വെൽക്കം ബാക്ക് ടു Neha ഫുഡ് സ്റ്റോറീസ്. ഇന്ന് നമുക്ക് കിടിലൻ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ? നമ്മുടെ കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ അത്. പൊട്ടറ്റയാണ് ഇപ്പോൾ ഈ സ്നാക്കിലെ മെയിൻ താരം. അപ്പോൾ പൊട്ടറ്റോ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. പിന്നെ മാത്രമല്ല നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. സത്യം പറഞ്ഞാൽ മെയിനായിട്ട് 2 ചേരുവകൾ മതി കേട്ടോ. അപ്പോൾ ഈ പൊട്ടറ്റോ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 മീഡിയം വലിപ്പത്തിലുള്ള പൊട്ടറ്റോ പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പൊട്ടറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. നല്ല പോലെ ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പൊട്ടറ്റോ പുഴുങ്ങിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് മെയിനായിട്ട് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് അതുപോലെ ഒരു ഭംഗിക്കും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വറ്റൽമുളക് ചതച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചേർക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനിയിപ്പോൾ വറ്റൽമുളകിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്താലും മതി. അപ്പോൾ നല്ല പോലെ ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വറ്റൽമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഞാനൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചേർത്തത്. അത് ചേർക്കാതെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ഉരുളക്കിഴങ്ങ് നമ്മളിനി കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയതിന് ശേഷം ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണയൊക്കെ ആക്കുന്നത്. ഇനി നല്ല കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല വലിയ ബോൾസാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ സ്ക്രാച്ച് ഒന്നും ഇല്ലാതെ നമ്മൾ ഉരുട്ടിയെടുക്കണം. എന്നാലാണ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ഇനി നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയതിന് ശേഷം ബോൾസുമൊക്കെ ഒന്ന് തടവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഷേപ്പിൽ കിട്ടിക്കോളും. ഇനി നമ്മൾ നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ പൊട്ടറ്റോ ഓൾറെഡി വേവിച്ചതാണ്. ഇനി ജസ്റ്റ് ഇതിൻ്റെ പുറമേ ഒക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ സ്നാക്കൊക്കെ ഇപ്പോൾ ഏകദേശം ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇന്ന് ഇളക്കി കൊടുക്കട്ടോ. എല്ലാ വശവും നല്ല പോലെ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നോക്കൂ നമ്മുടെ സ്നാക്ക് എന്തൊരു ഭംഗിയാണ് കാണാൻ. മഞ്ഞ ബോൾസ് അതിന്മേൽ റെഡ് ഡോട്ട്. അപ്പോൾ ഈ റെഡ് ഡോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വറ്റൽമുളക് ക്രഷ് ചെയ്തതൊക്കെ ചേർത്തത്. നമ്മൾ കുട്ടികൾക്കൊക്കെ ബ്യൂട്ടി സ്പോട്ട് ഇട്ട് കൊടുക്കില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ഈ മഞ്ഞ ബോൾസുമ്പോൾ റെഡ് ഡോട്ട് ഇങ്ങനെ കാണുമ്പോൾ എനിക്കോ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇവിടെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ബോൾസാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് സെറിംഗ് ബൗളിലേക്ക് ഇടേണ്ട താമസം നമ്മുടെ കുട്ടീസ് കണ്ടു കഴിഞ്ഞാൽ അത് കാലിയാക്കും. പിന്നെ ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ ഒന്ന് മുക്കിയിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പൊട്ടറ്റോ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്ക് തന്നെയാണിത്. പൊരിച്ചെടുത്ത സ്നാക്കിനെ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വൈകിട്ട് 4 മണിക്ക് ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് നോക്കാം. നല്ല ചൂടുണ്ട്. ഈ സ്നാക്കിൻ്റെ ഒരു പ്രത്യേകത ഇത് പുറമെ നല്ല ക്രഞ്ചി, അകത്ത് നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ കൈകൊണ്ട് തൊടാൻ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാനൊന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്നാക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒത്തിരി പേര് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെല്ലൈക്കൺ കാണും. അപ്പോൾ അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.